ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് എങ്ങനെയാണ് ബ്രിഞ്ചോൾ ഫ്രിറ്റേഴ്സ് എങ്ങനെ തയ്യാറാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഞാൻ ചേച്ചി ഇത് കാണിക്കാം. നല്ല ക്രിസ്പിയാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കം ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്കിവിടെ ബ്രിഞ്ചോൾ ഫ്രൈ റെസിപ്പി ഇന്ന് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ബ്രിഞ്ചോൾ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, പിന്നെ മാവ്, മൈദ മാവ് 3 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മാവിനകത്ത് നമുക്ക് ചേർക്കാൻ മുളക് പൊടി, കുരുമുളക്, ഉപ്പും. ഇതെല്ലാം നമ്മൾ മാവിനകത്ത് മിക്സ് ചെയ്ത് എടുക്കാം. ഇതുപോലെ ഞാൻ മാവ് തയ്യാറാക്കിയിട്ടുണ്ട്. മുളക് പൊടി, കുരുമുളക്, ഉപ്പും എല്ലാം ചേർത്ത് നമുക്ക് ഈ ബ്രിഞ്ചോൾ ഫ്രൈ ആയിട്ടാക്കി അതിന് നമ്മൾ ഫ്രൈങ് പാനിന് ആവശ്യത്തിനായിട്ടുള്ള എണ്ണ ചൂടാക്കി നമുക്ക് ഓരോന്നായിട്ട് ഈ ബ്രിഞ്ചോൾ ഇതിനകത്ത് മുക്കി ഫ്രൈ ചെയ്ത് എടുക്കാം. ഇതുപോലെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന പോലെ ആദ്യം ബ്രിഞ്ചോൾ മാവി മുക്കിയിട്ട് എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്ത് എടുക്കണം. എന്നിട്ട് അത് കോരിയെടുക്കണം. ഇങ്ങനെ നമ്മൾ ബ്രിഞ്ചോൾ ഫ്രൈ തയ്യാറാക്കുന്നത്. ഇത് കഴിക്കാൻ നല്ല ക്രിസ്പിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, എല്ലാം സൈഡ് മൂക്കാൻ വേണ്ടിയിട്ട്. നല്ല രുചികരമായിട്ടുള്ള ബ്രിഞ്ചോൾ ഫ്രൈ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് വരെ ഇത് തയ്യാറാക്കി നോക്ക്. ഫ്രിറ്റേഴ്സ് എന്നായിരുന്നു പറയുന്നത്, ബ്രിഞ്ചോൾ ഫ്രിറ്റേഴ്സ്. ബ്രിഞ്ചോൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു. പിള്ളേർക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ബ്രിഞ്ചോൾ ഇതുപോലെ വേസ്റ്റാക്കി കളയാതെ നമുക്ക് ബ്രിഞ്ചോൾ ഫ്രൈ ആയിട്ട് ഉണ്ടാക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.